ഇന്നൊരു പുതിയ ഡിഷുമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരു പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുട്ട റോസ്റ്റാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കുമെന്ന് നോക്കാം. നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് തനിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടി കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ 1-2 ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ടുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ പുഴുങ്ങിയ 6 മുട്ട, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, 4-5 അല്ലി വെളുത്തുള്ളി, 3 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്. ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ 3 സാധാരണ നോർമൽ സൈസിലുള്ള സവോള കൊത്തി അരിഞ്ഞ് വെച്ചത്, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പാൻ ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടവർക്കായിട്ട് പെട്ടെന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് യാത്രയൊക്കെ പോകേണ്ടവർക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. നമ്മൾ വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ച് വെച്ചിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി മതി, അത് ചതച്ചാണ്. ഇനി അത് താല്പര്യമില്ല നേരിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പച്ചമണം മാറി. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന പച്ചമുളക് ചിലപ്പോൾ എരിവ് കൂടുതലുള്ളതും കുറവുള്ളതൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കി വെച്ച് അതിനനുസരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചേർക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഒരു സാധാരണ നോർമൽ സൈസിലുള്ള 3 സവോളയും നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വഴന്ന് വരണം. നമുക്ക് അതിനുവേണ്ടി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരണം. നമുക്കത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിനകത്ത് മസാലകളൊന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി, ഇറച്ചി മസാലപ്പൊടി അങ്ങനെ നമ്മൾ അതൊന്നും ചേർക്കുന്നില്ല. ചിലർക്ക് അത് പെട്ടെന്ന് നമ്മുടെ ആരോഗ്യത്തിന് അത് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ കുരുമുളകാണ് പ്രത്യേകമായി ചേർക്കുന്നത്. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്കൂളിൽ പെട്ടെന്ന് പോകാൻ വേണ്ടി തിരക്കൊക്കെ ഉള്ള ദിവസങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് ഇതാണ് ഞങ്ങൾ ബ്രെഡിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഒരുപാട് എരിവും മസാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുരുമുളക് മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടി ചേർക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയതൊരു ചിക്കൻ്റെ ഡിഷായിരുന്നു. ഒത്തിരി പേരുണ്ടാക്കി നോക്കി, ഒത്തിരി അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഉണ്ടാക്കി നോക്കാത്തവരെ ഒന്ന് ശ്രമിച്ച് നോക്കണം. മക്കളുടെ സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോൾ ഒരുപാട് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരുപാട് പേർക്ക് മീൻകറിയൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. എല്ലാവരും ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് കമൻറ്റുകളൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഏകദേശം വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സവോള. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലേശം മതി, നിറം ഒന്ന് മാറി കിട്ടാൻ മാത്രം അല്പം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി അതിനുശേഷം നമുക്ക് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചും താല്പര്യത്തിനനുസരിച്ചും വേണം ഇട്ട് കൊടുക്കാൻ. ഇവിടെ ഞങ്ങൾ ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പച്ചമുളക് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ. അതുകൊണ്ട് അതിനനുസരിച്ച് എരിവ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം.
വീടുകളിലൊക്കെ പൊടിച്ചു വെച്ച കുരുമുളകാണെങ്കിൽ അതിന് എരിവ് ഉണ്ടാകും. സാധാരണ കടകളിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൊള്ളൊക്കെ ചേർത്തതുകൊണ്ട് ചിലപ്പം എരിവ് കുറഞ്ഞതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമുക്കത് ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ കുറവാണെങ്കിൽ നമുക്ക് ആ ഉപ്പും കൂടി അല്പം ഇട്ട് കൊടുക്കാം. ഉപ്പുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ടു വരും. പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് അല്പനേരം ഒന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരു 2 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈൻ വരച്ചിട്ട് നമുക്ക് മുട്ട അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മുട്ടയുടെ ഉള്ളിലേക്ക് ആ കുരുമുളകിൻ്റെ എല്ലാം ഒന്ന് ഇറങ്ങിച്ചെന്ന് നല്ല ടേസ്റ്റ് ആവും. ഒന്ന് അകന്ന് ചെറുതായിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുത്താൽ മതി. നമുക്ക് എത്ര മുട്ട വേണേലും എടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ 6 മുട്ട എടുത്തുന്നേ ഉള്ളേ. അതിനനുസരിച്ച് നമുക്ക് സവോളയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആവി കയറുന്നവരെ തന്നെ മൂടി വെക്കാം. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറക്കാം. എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. ഒരുപാട് മസാല എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്ക് മറ്റുള്ള വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മസാലകളും കുരുമുളക് പൊടിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കായി ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. ഇനി നമ്മൾ ഈ ചാനലുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സംസാരം TV ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഒരുപാട് വീഡിയോസുകൾ നമ്മുടെ സംസാരം ചാനലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ആരും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി.